എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 62 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനുള്ളിലും ഏറ്റക്കുറച്ചിലായി 3 ഗുണങ്ങളും കണ്ടിടുമെന്നത് ചൊല്ലിടാം മന്നവ. കണ്ടിടും സത്വാംശപൂരിതം ആകാശം. രാജസം താമസം എന്നീ ഗുണങ്ങളോ 1001 ആകാശേ കണ്ടിടൂ. സാത്വികം രാജസമാകും ഗുണദ്വയം വായുവിൽ തുല്യമായി നിൽക്കുന്നതൊപ്പത്തിൽ. താമസമാവുന്ന മൂന്നാം ഗുണത്തിനെ ലക്ഷാംശം മാത്രമേ കാൺമതു നിർണയം. കണ്ടിടും അഗ്നിയിൽ താമസം 9 രാജസം ശേഷിച്ച ഭാഗത്തിലർത്ഥവും. 10-1 പാതി സാത്വികം കാണുന്നു. ആകയാൽ താപവും തേജസ്സുമായിതേ. വെള്ളത്തിൽ തള്ളലായി സത്വം രസിക്കുന്നു. നിത്യവും ശീതളഭാവവും ആളുന്നു. മറ്റു ഗുണങ്ങളിൽ 2 ജലത്തിങ്കൽ നിഷ്പ്രഭമായി വന്നിടുന്നു മന്നവ. മണ്ണിങ്കൽ അർത്ഥമായി 3 ഗുണമതും പിന്നീടമർത്ഥത്തിൽ സാത്വികം രാജസം തുല്യമായി സൂക്ഷിക്ക. കാരണം മണ്ണിനെ വണ്ണത്തിൽ കാൺമൂന്നാം പന്തള ഭൂപതി. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ഗാത്രത്തിൽ പഞ്ചഭൂതപ്പൊരുൾ ഞാനും വസിച്ചിടും. കർമ്മഹേതുക്കളാൽ ദേഹങ്ങൾക്കോരോരോ ധർമ്മങ്ങളും ഞാൻ കൊടുക്കുന്നു സന്തതം. 2 കാലുള്ളവ 4 കാലി വർഗങ്ങൾ ഷഡ്പദം, പിന്നെയോ 8 കാലുള്ളവ. ദേഹനീളം കാലസംഖ്യമായുള്ളവ മേദിനിയിങ്കൽ നാം കാൺമതുമുണ്ടഹോ. വർണ്ണഭേദങ്ങളും രോമാവൃതങ്ങളും പുച്ഛങ്ങളുള്ളവ കൃച്ഛങ്ങളായവ. എന്തിനിന്നേറെ പറയണം. ജീവികൾ പന്തിയായി 82 ലക്ഷങ്ങളും. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കും ഈ വർഗം പന്തലേശ 14 പാരിങ്കിലും. സത്വാംശമൊന്നിനാൽ വാനവലോകരും രജസാംശ ജാതരായി ഗന്ധർവ കിന്നര ഗുഹ്യ വർണ്ണ വർഗങ്ങളും തങ്ങൾ തൻ ലോകത്തിൽ ജന്മങ്ങളേറിക്കഴിഞ്ഞു കൂടിയിടുന്നു. സത്വതമോ ഗുണയുക്തർ പിശാചന്മാർ നിഷ്ക്രമിച്ചിടുന്ന മറ്റ് ലോകങ്ങളിൽ. ഭൂമിയിൽ വാഴുന്ന ജീവന്മാർ കാര്യങ്ങൾ ഭൂമിവ ചൊല്ലിടാം മുന്നം കഥിച്ച പോൽ. പൂമുഖം തന്നിൽ വസിക്കുന്ന ജീവികൾ 4 ഭേദങ്ങളിൽ ചൊല്ലുന്നു മന്നവ. യോനിജം, അണ്ഡജം, ക്ലിന്നജം, സ്വേദജം 4 പ്രകാരങ്ങളായുള്ള സൃഷ്ടികൾ. ഭൂമുഖത്തൻപോടു വാഴുന്നതിൻ മൂലം ഭൂമിവ മാമക ലീലകൾ മൂലമായി മാതൃജഠരങ്ങളിൽ വീണ് ജനിക്കുകയും യോനി മുഖേന ഭൂമണ്ഡലം പോവുകയും ചെയ്യുന്ന മാനുഷർ 4 കാലി ജന്തുക്കൾ സന്യം നുകർന്നിടും ഭൂതല ജീവികൾ യോനിജന്മാരെന്നറിയും ഭുവനത്തിൽ. യോനിജന്മാരിലത്യുത്തമൻ മാനവർ മാതൃഗർഭേ നിന്ന് അണ്ഡങ്ങൾ മാർഗേണ ജാതരായിടും ഉരകങ്ങൾ പക്ഷികൾ. വെള്ളത്തിൽ വാസം നയിക്കുന്ന ജീവികൾ നല്ലപോരണ്ടജന്മാരെന്നറിയുന്നു പന്തളേശ. പുഴുക്കൂട്ടങ്ങൾ അട്ടകൾ ശലഭങ്ങളാദിയും ജീവികൾ കൂട്ടങ്ങൾ ക്ലേദേന വാസം നയിക്കുന്ന മൂലമായി ഓതിടാം ക്ലിന്നജന്മാരെന്ന സംജ്ഞയാൽ. വൃക്ഷങ്ങൾ വല്ലികൾ മറ്റൂലതാദികൾ മൂട്ടകൾ യുഗങ്ങൾ എന്നിവ വംശത്തെ സ്വേദേന പേർത്തു പെരുപ്പിക്കും മൂലമായി ഓതിടും സ്വേതാംശജാതരെന്നാഖ്യ. വൃക്ഷവല്ലീതരൂപ്യൂഹങ്ങളെ ചിലർ ചൊല്ലുന്നു ക്ലിന്നജന്മാരെന്നിരിക്കലും. ഭൂമിതൻ സ്വേദേന ജനിച്ചു വളരുന്ന ഈ വകയാകവേ സ്വേദജ വർഗങ്ങൾ. എണ്ണമറ്റ് 82 ലക്ഷം ജീവർ നിർണയിച്ചൂഴിയിൽ കാൺമതുണ്ടെങ്കിലും ഏറ്റവും വരിഷ്ഠരായി മാനവരൂഴിയിൽ കോട്ടമേറ്റിടാതെ ഭൂതരായി കാൺമൂ നാം. മർത്യർക്ക് ബ്രഹ്മത്തെ ചിന്ത ചെയ്തിടുവാൻ ചിത്തേ കഴിവുണ്ടു. മറ്റുള്ളവയ്ക്കൊന്നും ചിത്തെ നനയ്ക്കുവാൻ സാധിക്കയില്ലഹോ. പ്രത്യേക ബുദ്ധിയുമില്ലവയ്ക്കൊന്നുമേ. 6 90 ചേർന്നുള്ള തത്വങ്ങൾ മർത്യദേഹത്തിൽ വിലസുന്ന ഭൂപതേ. എന്നതിൽ കേമമായി ശുദ്ധമാൻ തത്വത്തെ മന്നവ മാനസം എന്നു ചൊല്ലിയിടുന്നു. സാത്വിക ഭാവമേയുള്ളൂ മനസ്സിങ്കൽ രാജസം താമസം കണ്ടിടാലേശവും. ആകയാൽ മാനസം ശ്രേഷ്ഠമെന്ന് ഓതിടും ആകുലമന്യേ മാനസം തീരണം. സംസാരബന്ധവും മോക്ഷത്തിൻ ചിന്തയും മാനസതാരിൻ്റെ ഭാവങ്ങളായിടും. മറ്റുള്ള 95 തത്വങ്ങളിൽ ബുദ്ധിയെ ചിത്തെ വികാരമായി കണ്ടിടാം. രാജസതാമസ ദ്വൈത ഗുണങ്ങളാൽ ആവൃതം ചെയ്തൊരു ബുദ്ധി വികാരങ്ങൾ സാരമായി മാനസം തന്നിൽ വസിക്കുന്ന മൂലം മനസ്സിങ്കലേശുന്നു ദോഷങ്ങൾ. സാത്വികവാസമായുള്ള മനം തന്നിൽ ശാശ്വതമായുള്ള നന്മകൾ കാണണം. ഹീനകർമ്മങ്ങൾക്കൊരിക്കലും സ്ഥാനങ്ങൾ മാനസതാരിൽ വരുത്തലാ നിർണയം.
എങ്കിലും ചിന്തകൾ സ്പന്ദനം ചെയ്യാതെ, മാർഗഭ്രംശങ്ങളും ചിന്ത ചെയ്തിടാതെ, തക്കതായി ലാഭങ്ങൾ ചിന്ത ചെയ്തിട്ടഹോ വ്യഗ്രമതിക്കും മനസ്സിനെ ബുദ്ധിയും. ലബ്ധിക്കായി ബുദ്ധിതൻ ശക്തിയാൽ ലക്ഷ്യം നടത്തും മനങ്ങളിൽ നിർണയം. പാപജാലങ്ങളും ഏറി വന്നിടുമേ, പാരാതവർകളും ധർമ്മം വെടിഞ്ഞുപോവും. ഈ വിധം പാപമുഖമേറി വന്നിടുമ്പോൾ ജീവിതം ദുഷ്കരമാവുന്ന കാലത്തിൽ, ജീവികൾ കാലംബഭൂതനായി എന്നെയും ജീവന്മാർ രക്ഷകനായുടൻ കണ്ടിടും. ബുദ്ധി വിചിത്രമായി ചിത്തം നയിക്കുവാൻ എത്തുന്ന കാരണം, ബുദ്ധിക്ക് സ്ഥാനങ്ങൾ രണ്ടാമതായുടൻ കണ്ടറിഞ്ഞിടേണം. കുണ്ഠതയെന്നീ മൽഭക്തരായവർ ബുദ്ധിയെ മാനസതാഴത്തു നിർത്തുന്ന സത്തുക്കൾ ബുദ്ധിഭ്രമത്താലെ നാശങ്ങൾ എത്താതെ ഭക്തരായി ശുദ്ധഹൃദയരായി എത്തിയിടും അന്ത്യത്തിൽ എൻ്റെ പാദങ്ങളിൽ. മാനസം തന്നിൽ വിലസുന്ന ബുദ്ധിയെ മാറ്റി നിർത്തിയിടുവാൻ വിദ്വജ്ജനങ്ങളും മാറാതെ വേലകൾ ചെയ്തു വലഞ്ഞുപോകും. മാനസം വായു സമാനങ്ങളാകയാൽ അഭ്യാസയോഗേന ബുദ്ധി തന്മൂലമായി നിത്യം ചലിക്കും. മനസ്സിനെ സ്വസ്ഥമായ സ്ഥാനത്ത് നിർത്തും മനുഷ്യർക്ക് ശ്രേഷ്ഠമാം സ്ഥാനങ്ങൾ സിദ്ധികൾ സംഭവിച്ചിടുമേ. വാശിയും വിദ്വേഷവും നിറച്ചിടുന്ന ഭോഷ്കുകൾ ബുദ്ധി തുടർന്നുവെന്നാകിലും, വൈരാഗ്യശീലരാം സത്തുക്കൾ മാനസം കൈതവഹീനം വിളങ്ങുന്നു മേൽക്കുമേൽ. ബുദ്ധിക്ക് താഴെയായുള്ള തത്വങ്ങളോ ബുദ്ധി തൻ തോഴരായി തന്നെ ചമയുന്നു. മുജന്മവാസനായുക്തമായി ഈ വക ബുദ്ധിയിൽ പറ്റി നിന്നിടും അസംശയം. ബുദ്ധിയെ ശുദ്ധമാക്കിയിടേണമേവരും ബുദ്ധിക്ക് ശുദ്ധിയായി പൂർവാർജിതങ്ങളാം തത്വവികാരങ്ങൾ ഏശാതെ മാനുഷർ നിത്യനാം എന്നെ ഭജിച്ച് വസിക്കണം. എത്തിയിടും അപ്പോൾ അവർക്ക് സൗഭാഗ്യങ്ങൾ എത്തിയിടും. ബുദ്ധിതൻ വേണ്ടാത്ത കർമ്മങ്ങൾ അല്ലാതെ യുക്തിയാൽ ബുദ്ധിയെ ബന്ധിച്ച് വല്ലാതെ ശാസ്ത്രം വളച്ചു പുളപ്പെല്ലാം വല്ലാതെ ഓതി വിലസഞ്ചിലരുടെ പള്ളുകൾ കശ്മലമാക്കുന്ന കർമ്മങ്ങൾ വല്ലാതെ വർദ്ധിച്ചിടും കലികാലത്തിൽ അല്ലലുണ്ടായിടാം മാമഭക്തർക്ക്. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.